വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്ന് പെരിന്തൽമണ്ണയിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു യുവ നേതാവിൻ്റെ ഓഫീസിലാണ്. അംഗീകാരങ്ങൾ തേടി വരുന്നവരുണ്ട്, അംഗീകാരങ്ങൾ തേടി പോകുന്നവരുണ്ട്. അംഗീകാരങ്ങൾ തേടി വരുമ്പോഴും കൂടുതൽ വിനയാന്വിതനായി ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് ജനങ്ങളുടെ മനസ്സിൽ നേടിയ ആ യുവ നേതാവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. മറ്റാരുമല്ല, നജീബ് കാന്തപുരം MLA. MSFൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി പൊതുരംഗത്തേക്ക് പ്രവേശിച്ചിട്ട് മികച്ച രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗമായി, അതിനുശേഷം നിയമസഭാ സാമാജികനായി ഒരു 4 വർഷത്തിനപ്പുറം 4 വർഷം കഴിഞ്ഞ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം കൂടിയുണ്ട്. ഈ കാലയളവിൽ അദ്ദേഹം നേടിയെടുത്ത അംഗീകാരങ്ങളാണ് പ്രേക്ഷകർ ഈ കാണുന്നതെല്ലാം. ഈ കാണുന്ന അംഗീകാരങ്ങളൊക്കെ ഇവിടെ വരുന്ന ഏതൊരാളുടെയും കണ്ണുടക്കുന്നതാണ്. ഈ ഇരിക്കുന്ന മൊമെൻറ്റോസ് എല്ലാം ചില കുട്ടികൾ വരച്ചു നൽകുന്നത് എല്ലാം ഇവിടെ നിറച്ചിരിപ്പുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലെ ആ വലിയ സ്ഥാനം തെളിയിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ? ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് കിട്ടുന്ന മെമൻറ്റോസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തിൻ്റെ ഒരു കൗതുകത്തിന് വേണ്ടിയാണ്. കാരണം ഒന്നാമത് അവരൊക്കെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹമാണ്. ഒരു മെമൻറ്റോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു കേവലം ഒരു അതിൻ്റെ ഒരു ഫിസിക്കൽ മെറ്റീരിയൽ എന്നുള്ള നിലക്ക് അല്ലല്ലോ. നമ്മളതൊരു സ്നേഹത്തോടെ നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ അപ്പോൾ വെച്ച് തുടങ്ങിയപ്പോൾ പിന്നീട് അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരുപാട് കൂടിയപ്പോൾ അങ്ങനെ തട്ടുകൾ കൂടി വന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ കരുതാറുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികൾ പല പ്രോഗ്രാമിനും പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾ വരച്ച ചിത്രങ്ങൾ പലപ്പോഴും കിട്ടും. അപ്പോൾ ഞാൻ ആലോചിക്കും, എത്ര ദിവസം എടുത്തിട്ടായിരിക്കാം അവരൊരു കാര്യം അത് ചെയ്തു തീർക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിനേക്ക് വരാൻ വേണ്ടി ചിലപ്പം 1 ആഴ്ചയോ 2 ആഴ്ചയോ ഒരു ചിത്രത്തിന് മേലെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടായിരിക്കും പല കുട്ടികളും അത് ഫ്രെയിം ചെയ്ത് വെച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരത്രയും ദിവസം നമ്മളെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് വേണ്ടി ചിന്തിച്ച് ആ ഒരു സ്നേഹത്തിന് പകരം വെക്കാനില്ലാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഏതൊരു ചിത്രവും ഒരു മെമൻറ്റോയും നമുക്ക് പകരം വെക്കാനില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനോട് റെസ്പെക്റ്റ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്, അതിനോടൊരു സ്നേഹം നമ്മളും പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പ്രദർശിപ്പിച്ചു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ സ്ഥലമില്ലാതെ തട്ടുകൾ കൂടി വരികയാണ്. അപ്പോൾ എന്നാലും എത്ര തട്ടുകൾ അടിക്കേണ്ടി വന്നാലും ഞാൻ ഒരു മെമൻറ്റോ പോലും കളഞ്ഞിട്ടില്ല ഈ നിയമസഭാ കാലയളവിലുള്ളത്. അതൊരു നമ്മൾ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹമാണ്. പിന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ഒരു ന്യൂ ഇയറിൽ നിൽക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച ഒരു സംഭവം കൂടി ഉണ്ടാകേണ്ടായി. അത് ഞാൻ നമ്മുടെ സെൻട്രൽ LP സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോയിരുന്നു. അപ്പോൾ അതന്ന് ആ ചിത്രം ഒരു കുട്ടികൾക്ക്, കുഞ്ഞു മക്കൾക്കിടയിൽ നിൽക്കുന്ന ഒരു ചിത്രം അന്ന് എടുത്തൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ പോസ്റ്റ് ചെയ്ത ഫോട്ടോ പിന്നെ ശ്രദ്ധിച്ചത് കൊണ്ടാവാം, ഒരു പൂക്കോട്ടുംപാടത്തുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കലാകാരിയുണ്ട്. അവരും ആരിഫ എന്നാണ് അവരുടെ പേര്. അവരും അവരുടെ സിസ്റ്ററും അവരുടെ ഫാദറും എല്ലാം അതിമനോഹരമായി ചിത്രം വരയ്ക്കുന്ന അനുഗ്രഹീത കലാകാരികളുമാണ്. അപ്പോൾ അവരെന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ ന്യൂ ഇയറിന് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അത് അന്നത്തെ ആ സ്കൂളിലെ കുട്ടികൾക്കിടയിൽ ഞാൻ നിൽക്കുന്നൊരു ചിത്രമായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. കാരണം അവർ 3 മാസം എടുത്താണ് ആ ചിത്രം വരച്ച് തീർത്തത്. അപ്പോൾ അത്രയും ഗംഭീരമായൊരു ചിത്രം, ആ ചിത്രത്തിനേക്കാളും ഞാൻ അതിൻ്റെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ്. പ്രത്യേകിച്ചും എനിക്ക് കുട്ടികളോടുള്ളൊരു സ്നേഹം, അടുപ്പം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴുള്ള എനർജി,
പ്രത്യേകിച്ച് ഞാനൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. ഞാൻ ഇപ്പം നമ്മൾ പ്രവർത്തിക്കണമെന്ന് ശരിയാണ്, എന്നാലൊരു 10-20 വർഷം കഴിയുമ്പോൾ നമ്മളുടെ നാടിന് മാറ്റം ഉണ്ടാക്കാൻ നമ്മളാൽ ചെയ്യുന്ന കാര്യം ഇപ്പം ചെയ്തു വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലക്ക് ആ കുട്ടികൾക്കിടയിലുള്ള എൻ്റെ പ്രവർത്തനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇമോഷൻ ഒപ്പിയെടുത്തുകൊണ്ട് അവർക്ക് വരക്കാൻ പറ്റി. അതായത് ചിത്രങ്ങൾ മാത്രമല്ല, അതായത് ഒരു വലിയ ആൾ, ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, യേശുദാസ്, ഇങ്ങനെ വലിയ പ്രഗത്ഭരായ ആളുകൾക്ക് ഇങ്ങനെ ചിത്രം സമ്മാനിക്കുക ഒരു വലിയ സ്റ്റേജിൽ, പൊതുവേദിയിൽ. നജീബ് കാന്തപുരം MLAക്ക് ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ എവിടെ ചെന്നാലും ഇതുപോലെ ചിത്രങ്ങൾ സമ്മാനിക്കുക. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ തട്ടുതട്ടായി ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരങ്ങൾ, മൊമെൻറ്റോകൾ, ചിത്രങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ വരുന്ന ഏതൊരാളും ആദ്യം നോക്കിക്കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ അംഗീകാരം, ഈ ജനങ്ങൾ തന്ന ഈ സ്നേഹം എല്ലാ കാലത്തും ഈ പെരിന്തൽമണ്ണക്കാർക്ക് തിരിച്ചു നൽകാൻ നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ശ്രമങ്ങളാണ് നടത്തുക? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം, ഞാനത് പണ്ടേ പറഞ്ഞ കാര്യമാണ്. ഞാൻ എത്ര കാലം MLA ആയി മത്സരിക്കുന്നോ അല്ലെങ്കിൽ അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. എത്ര കാലം ഞാൻ ഇനി ജീവിക്കുമോ അത്രയും കാലം പെരിന്തൽമണ്ണക്കുള്ളതാണ് എന്നുള്ളത് അന്ന് ഞാൻ മത്സരിക്കുമ്പോൾ പറഞ്ഞ വാക്കാണ്. അതിപ്പോഴും തുടരുന്നു. ഞാൻ എത്ര കാലം MLA ആവുന്നു എന്നതിനേക്കാളും പ്രധാനം എത്ര കാലം എനിക്ക് ആയുസ് ബാക്കിയുണ്ടോ അത്രയും കാലം ഞാൻ പെരിന്തൽമണ്ണക്കുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രവർത്തന മണ്ഡലം പെരിന്തൽമണ്ണ മാത്രമാണ്. എൻ്റെ പ്രവർത്തന മണ്ഡലം പെരിന്തൽമണ്ണയാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഒരു നാടെന്ന നിലയിൽ ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന നാട് പെരിന്തൽമണ്ണയാണ്. ഒരു നാടെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ പെരിന്തൽമണ്ണയെയാണെന്ന് നജീബ് കാന്തപുരം MLA പറയുന്നു. ജീവിതകാലം മുഴുവനും ഈ പെരിന്തൽമണ്ണയോടൊപ്പം, പെരിന്തൽമണ്ണക്കാരോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹം പറയുന്നു. ഈ ആഗ്രഹങ്ങളെല്ലാം സാർത്ഥകമാകട്ടെ, എന്നും അദ്ദേഹത്തിന് ഈ പെരിന്തൽമണ്ണക്കാരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠയുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിനെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് സഫലമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നില 24 ലൈവ്.